കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. മേലൊന്ന് കഴുകി ആമ്പല് പുറത്തേക്കിറങ്ങിയതും കുഞ്ഞീന്ന് വിളിച്ച് വിഷ്ണു ആ മുറിയിലേക്ക് കയറി വന്നതും ഒത്തിരുന്നു. വിഷ്ണുവേട്ടാ, എപ്പോ വന്നു? പാഞ്ഞവൾ സഹോദരന്റെ കയ്യിലേക്ക് ചേക്കേറും പോലെ അവനെ ഒട്ടിച്ചെന്നു. മെല്ലെ ആമ്പലു, കയ്യിലെ പ്ലാസ്റ്റിക് അഴിച്ചിട്ട് എന്തുവാന്ന് വെച്ചാ ചെയ്യ് നീ. ക്യാനുള്ള നനയാതിരിക്കാൻ കെട്ടിക്കൊടുത്ത പ്ലാസ്റ്റിക്കിലേക്ക് നോക്കിയാണ് അവൾ പറഞ്ഞത്. അത് അത് ഞാൻ ഓർത്തില്ല. ആമ്പലു കണ്ണു ചിമ്മി. കാണില്ല. കട്ടിലിരുന്ന രമ്യ അവളുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടതും വിഷ്ണു രമ്യയെ കണ്ണു കുറിപ്പിച്ചു നോക്കി. ചേട്ടനും അനിയത്തിയും കൂടി നോക്കി പേടിപ്പിക്കണ്ട. പെങ്ങൾക്കേ ഇഞ്ചക്ഷൻ വെക്കാൻ നേരം ഞരമ്പ് കിട്ടാൻ നല്ല പാടാണ്. അതുകൊണ്ടാ ഡിസ്ചാർജ് ചെയ്തിട്ടും അവര് ദൂരാതെ വിട്ടത്. ഇനി എന്തെങ്കിലും അഹങ്കാരം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായാൽ വൈകുന്നേരം ചെല്ലുമ്പോൾ അടുത്ത കുത്താവും കിട്ടുക. എന്തേ വേണോ നിനക്ക്? പെണ്ണ് ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചതും ആമ്പൽ വേണ്ടെന്ന രീതിയിൽ തലയാട്ടി. ഇനിയിപ്പോ ആങ്ങളയ്ക്ക് വേണോ ആവോ? പോടി. അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് വിഷ്ണു ആമ്പലിനെ തോളോട് ചേർത്ത് പിടിച്ചു. എന്തുവാടി ഇതൊക്കെ? രണ്ടു മൂന്ന് കുത്ത് കിട്ടിയാൽ നീ റെഡിയാവുമായിരുന്നെങ്കിൽ ചേട്ടനോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ തരില്ലായിരുന്നോ? ഇത് ചുമ്മാ ആളെ പേടിപ്പിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നു. മോശം കൊച്ചേ. അവൻ മൂക്കിൽ തുമ്പിൽ കൈവച്ച് അവളെ കളിയാക്കിയതും പെണ്ണിന്റെ ഉണ്ടക്കവൾ ഒന്നുകൂടി വീർത്തു. ഇത്രയും നേരം വിഷമിച്ചുകൊണ്ടിരുന്നവളുടെ മുഖത്തെ മാറ്റം കണ്ടതും രമ്യ അവളെ പിടിച്ച് അവിടെയുള്ള കസേരയിൽ ഇരുത്തി. കുറച്ചു മുന്നേ മേല് കഴുകാൻ നേരം ഉച്ചിയിലേക്ക് കെട്ടിവെച്ചു കൊടുത്ത മുടി അഴിച്ച് നല്ല ഭംഗിയിൽ മെടഞ്ഞ് കെട്ടിത്തുടങ്ങി. വിഷ്ണുവേട്ടൻ സിദ്ധുവേട്ടനെ കണ്ടായിരുന്നോ? ഓ, എന്താ മോളെ? കണ്ടിട്ട് വിഷ്ണുവേട്ടന് സിദ്ധുവേട്ടന് എന്തെങ്കിലും മാറ്റം ഉള്ളതായിട്ട് തോന്നിയോ? കട്ടിലിൽ ഇരുന്നവന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലാണ് അവൾ പയ്യാണെങ്കിലും അവനോടത് ചോദിച്ചത്. എന്തു മാറ്റം? അവൻ ഒരു മാറ്റവും ഇല്ലല്ലോ. മുഖത്തെ പതറിച്ച അവൾ കാണാതിരിക്കാൻ വേണ്ടി ചിരിയിൽ ഒതുക്കിയെങ്കിലും രമ്യയ്ക്ക് അവന്റെ ഭാവങ്ങൾ കൃത്യമായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. അല്ലേട്ടാ, എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്ത് മാറ്റം? മോൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? തോന്നിയോന്നോ? ഒരുപാട് തോന്നി. നേരത്തെ ഞാൻ തറവാട്ടിൽ വരുമ്പോൾ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. ഇപ്പോഴും സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷെ എന്തോ ഭയങ്കര അധികാരം പോലൊക്കെ കാണിക്കുന്നു ഏട്ടാ. അധികാരമെന്ന് വെച്ചാ? അവൻ വല്ലാതെ ജാഗരൂകനായ പോലെ അവൾക്ക് നേരെ തിരിഞ്ഞു. അതായത് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഏട്ടനാണെന്ന പോലെ. അതായത് അവിടെ ഇരിക്കരുത്, ഇവരോട് മിണ്ടരുത്, ഇങ്ങനെ നടക്കണം. ഏതാണ്ട് അമ്മ ഏട്ടനായ പോലെ. അതോ ഇനി ഏട്ടനാണോ അമ്മയായത്? രണ്ടുപേരുടെയും ഇരിപ്പും നടപ്പും എന്നോടുള്ള സംസാരമൊക്കെ നോക്കുമ്പോൾ അവർ ഇരട്ടയാണെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര കാര്യത്തോടെ പറയുന്നവളുടെ വാക്കുകളുണ്ടായിരുന്നു. ഇത്രയും ദിവസമായി അവൾക്ക് മുന്നിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അവൾക്ക് അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് പലതും ഊഹിക്കായിരുന്നു. പക്ഷെ ഇവിടെ ആമ്പിളാണ്. അപ്പുറത്തുള്ളത് അവൾ ഒരുപാട് സ്നേഹിക്കുന്ന സിദ്ധുവേട്ടനും. പക്ഷേ അവളുടെ സ്നേഹത്തിലുള്ളത് തന്നോടുള്ള പോലെ കരുതലും സ്നേഹവുമാണ്. അതൊരിക്കലും വഴിമാറി ചിന്തിക്കുന്ന സിദ്ധുവിന്റെ രീതിയിലേക്ക് എത്തില്ല. കാരണം അവൾക്ക് തങ്ങളെല്ലാവരും സഹോദരനാണ്. അതിപ്പോൾ തന്നെയും വിനോദിനെയും പോലെ തന്നെയാണ് അവൾക്ക് സിദ്ധു. പക്ഷെ അവൻ... വിഷ്ണുവിന്റെ കണ്ണുകൾ രമ്യയെ തേടിപ്പോയി. നിങ്ങളുടെ പെങ്ങളെ നിങ്ങളെപ്പോലൊരു മണ്ടാണ്. ചുമ്മാ ഓരോന്ന് ആലോചിച്ചു കൂട്ടും. എന്നിട്ടങ്ങോട്ട് തുടങ്ങും മോങ്ങാൻ. അവസാനം അവള് മൂങ്ങിപ്പോയി പനി പിടിച്ച് സുഖമായി കട്ടിലിൽ കയറി കിടക്കും. ബാക്കിയുള്ളവർ അവളെ ആലോചിച്ച് അനുഭവിക്കും. സത്യം പറയാലോ, നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും കൊണ്ട് വല്ല കിണറ്റിലും താഴ്ത്തണം. രണ്ടിനെയും കൊണ്ട് വീട്ടുകാർക്ക് ഒരു ഉപയോഗമില്ല. പറയുന്ന കേട്ടതൊന്നും നിന്നെ കൊണ്ട് വീട്ടുകാർക്ക് ഭയങ്കര ഉപകാരമാണെന്ന്. വിഷ്ണു അത് ഏറ്റുപിടിച്ചു. അതെ, ഉപകാരം തന്നെയാണ്. അതിപ്പോ നീ പറയുന്നതല്ലേ, നിന്റെ വീട്ടുകാരോട് ചോദിക്കണം. അവര് രണ്ട് കൈയും തലയിൽ വെച്ച് പറയും, എന്റെ പൊന്നു മോനെ ഈ പെണ്ണിനെ കൊണ്ട് വയ്യ എന്ന്. ദേ ആമ്പലു, നിന്റെ ചേട്ടനോട് മിണ്ടാതിരിക്കാൻ പറ. ഞാൻ മിണ്ടാതിരുന്നില്ലെങ്കിൽ നിനക്കെന്താടി? അയ്യോ, നിർത്തിക്കേ, ഇതെന്തുവാ? ഇത്ര നേരം രണ്ടും കൂടി മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി നിങ്ങൾ രണ്ടും നന്നായെന്ന്. എവിടെ? എപ്പോ കണ്ടാലും തുടങ്ങിക്കോണം. അതുവരെ ഉണ്ടായിരുന്ന വിഷയം വിട്ട് അവള് വിഷ്ണുവിന്റെ രമ്യയുടെയും നടുക്ക് നിന്നു. ഞാനാണോ മോളെ? ഇവളല്ലേ? ആമ്പലിന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് വിഷ്ണു പാവം വെച്ചു. ഉവ്വ. എടി, നിന്റെ ഏട്ടനല്ലേ കുഴപ്പം? അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു വെക്കുന്ന കാര്യത്തിൽ നിങ്ങൾ രണ്ടും മോശമല്ല. എന്നിട്ട് ഞാനല്ലേ നീയല്ലേ പോലും. ഏട്ടൻ ചായ കുടിച്ചായിരുന്നോ? ഇല്ല മോളെ. എങ്കിൽ ഇരിക്കട്ടാ, ഞാനിപ്പോ ഈ ഏട്ടന് ചായ എടുത്തിട്ട് വരാം. പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ഒരാൾ മാത്രം ജീവനോടെ കണ്ടാൽ പോരാട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. കണ്ണുരുട്ടി രണ്ടുപേരെയും പേടിപ്പിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് അവൾ മുറിയിൽ നിന്നിറങ്ങിയതും
വിഷ്ണു രമ്യയെ നോക്കി. താങ്ക്സ്. നീ വിഷയം തിരിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ പെണ്ണ് അതിൽ പിടിച്ചു തൂങ്ങിയേനെ. പക്ഷെ സിദ്ധുവേട്ടനെ പറ്റി ഇവളോട് പറയേണ്ടെന്നാണോ ഇപ്പോഴും വിഷ്ണുവേട്ടൻ പറയുന്നത്? അവൾ മുറിയിൽ നിന്ന് പോയി എന്ന് കണ്ടതും രമ്യ അവൻ അടുക്കലേക്ക് ചെന്നതെന്ന് ചോദിച്ചു. ആങ്ങളെപ്പോലെ അവള് കാണുന്നവൻ, അതും അവളെ കയറി പ്രേമിക്കുന്നു എന്നൊക്കെ എങ്ങനെയാടി ഞാൻ പറയുന്നേ? എനിക്കത് ആലോചിക്കുമ്പോൾ പോലും കൈയും കാലും വിറയ്ക്കാണ്. വിഷ്ണു ആ കട്ടിലേക്ക് തളർന്നിരുന്നു. പക്ഷെ പറയാതിരുന്നാൽ? ഇന്ന് ഞാൻ അവനോട് വ്യക്തമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് രമ്യ. ഈ കാര്യം അവൻ ഇനി ഇവിടെ കൊണ്ട് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മാത്രം അവളോടും മാമനോടും പറയാം. അതല്ല, അവൻ ഇന്നത്തോടെ ഈ പ്രശ്നങ്ങളൊക്കെ വിട്ടാൽ വെറുതെ അവക്കൊരു സങ്കടം വേണ്ടല്ലോടി. ഏട്ടാ, സിദ്ധേട്ടൻ പോയെന്ന് പറഞ്ഞു പോലുമില്ലല്ലോ. ചായയുമായി അകത്തേക്ക് വന്നവൾ അത്ഭുതത്തോടെയാണ് ചോദിച്ചത്. അവൻ എന്തോ അത്യാവശ്യം, അങ്ങനെ പോയതാവും. മോൾ അത് വിട്. സമാധാനത്തോടെ വിഷ്ണു രമ്യയെ നോക്കിയാണ് പറഞ്ഞത്. ഒരു പക്ഷേ അവൻ പറഞ്ഞു മനസ്സിലാക്കിയത് സിദ്ധുവിന് മനസ്സിലായതുകൊണ്ടാകും അവൻ തിരിച്ചുപോയെന്ന്. ആ സമയം രമ്യയെ വിശ്വസിച്ചു. അന്ന് വൈകുന്നേരം ആമ്പലിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് വിഷ്ണുവാണ്. തിരികെ വരുമ്പോൾ അശോകനെയും കൂട്ടിയേ വരൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. സിദ്ധു പോയതിനു ശേഷം ആകെ മൂടിക്കെട്ടിയിരുന്ന മഞ്ജു കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല. ഹോസ്പിറ്റലിൽ നിന്നും വിഷ്ണു നേരെ അവളുമായി പോയത് അറക്കലേക്കാണ്, ഏതന്റെ അടുത്തേക്ക്. ഇതിപ്പോൾ ഇത്രയും ധൃതി പിടിച്ച് നീ എങ്ങോട്ടാ ഏതു? പതിവിലും വേഗത്തിൽ വണ്ടി ഓടിക്കുന്നതിന് ടീച്ചർ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് നോക്കിയത്. ഞാൻ പതുക്കെ തന്നെയാ വണ്ടി ഓടിക്കുന്നത്. ടീച്ചറിന്റെ പറച്ചിലിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ അവൻ പിന്നെയും സ്പീഡ് കൂട്ടുകയാണ് ചെയ്തത്. യദു, ഇങ്ങനെയാണ് നീ വണ്ടി ഓടിക്കുന്നെങ്കിൽ ഇനി അമ്മ ഒപ്പം വരില്ല കേട്ടോ. ടീച്ചർ പിണങ്ങുന്ന പോലെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കണ്ണു നട്ടു. അമ്മ പിണങ്ങി എന്ന് തോന്നിയതും അവന്റെ കാൽ ആക്സിലേറ്ററിൽ നിന്നും പതിയെ പിൻവാങ്ങി. സ്പീഡ് സാധാരണ പോലെ ആവുകയും ചെയ്തു. അമ്മേ. വണ്ടി മെല്ലെ പോയിട്ടും ടീച്ചർ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് അവസാനം തോൽവി സമ്മതിക്കും പോലെ അവൻ വിളിച്ചു. എന്താ യദു? സോറി, ഞാൻ മനഃപൂർവ്വം സ്പീഡ് കൂട്ടിയതല്ല. അങ്ങനെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത പാകത്തിൽ എന്ത് ദേഷ്യമോ നിനക്കിപ്പോ ഉണ്ടായത്? പറയ്, ഞാൻ കൂടി അറിയട്ടെ. ടീച്ചർക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നെങ്കിലും പറ്റുന്ന പോലെ അവനിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവൾ ചോദിച്ചത്. അത് പിന്നെ അവളെ കാണാൻ വേണ്ടി ചെന്നിട്ട് അവളെ അവിടെ കാണാത്തതുകൊണ്ട്. അവളുടെ ശബ്ദം താഴ്ന്നു. കാണാത്തതുകൊണ്ട് നിനക്ക് ദേഷ്യം വന്നു, അതാണോ പറയാൻ വരുന്നത്? ശരിക്കും യദു? ടീച്ചർ മനസ്സിലുള്ള സംശയം ഊട്ടി ഉറപ്പിക്കും വിധം വീണ്ടും ചോദിച്ചു. അതിനിപ്പോ ഇവിടെ ഇത്രയും ദേഷ്യം വരാൻ എന്തുണ്ടായി? അവൾക്ക് വൈകുന്നേരം ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാവുന്നതല്ലേ. എന്നിട്ട് നമ്മൾ അവളെ കാണാൻ പോയെങ്കിൽ തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ. എന്നിട്ട് വെറുതെ എന്തിനാ നീ നിന്നോട് തന്നെ ദേഷ്യം കാണിക്കുന്നത്? ടീച്ചർ ചോദ്യത്തിനൊന്നും വ്യക്തമായി ഉത്തരമില്ലായിരുന്നെങ്കിലും അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. ഒരു കാര്യം ചെയ്യതു, വിഷ്ണുവാണ് അവളെ കൊണ്ടുപോയെന്നല്ലേ മഞ്ജു പറഞ്ഞത്? അവനോട് പറ തിരിച്ചു വരുന്ന വഴി വീട്ടിലേക്കും കൂടി കയറിയിട്ട് വരാൻ. എന്താ, നിനക്കത് പോരെ? എനിക്കത് പോരേന്ന് ചോദിക്കാൻ നിങ്ങൾക്കാർക്കപ്പോൾ അവളെ കാണണ്ടായോ? സഡൻ ബ്രേക്ക് ഇട്ട് തിരിഞ്ഞ് അമ്മയെ നോക്കിക്കൊണ്ടാണ് അവൻ ചോദിച്ചത്. ഞങ്ങൾക്കൊക്കെ അവളെ കാണണം, പക്ഷെ അവളെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള ഭ്രാന്തൊന്നും ഞങ്ങളാരും കാണിക്കില്ല. അവന്റെ ആകെയുള്ള പ്രവൃത്തികളൊന്നും ഇഷ്ടപ്പെടാത്ത പോലെ ടീച്ചർ കെറിവിച്ച് നേരെയിരുന്നു. ഹാ, ഇനിയിപ്പോ അത് പറ. ഒരാളെ കാണാൻ ആഗ്രഹിച്ച് ചെന്നിട്ട് അവരെ കാണാൻ പറ്റിയില്ലെങ്കിൽ ആർക്കായാലും ദേഷ്യം വരും. എനിക്കും വന്നു, അത്രയുള്ളൂ. തനിക്കുണ്ടായ ദേഷ്യം അത്രയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവൻ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോ അവര് വരാൻ ഒരുപാട് നേരം എടുക്കുമോ മാഷേ? കയ്യിലെ വാച്ചിലേക്കും വാതിലിലേക്കും ഒരുമിച്ച് നോക്കിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു. അറിയില്ല വിഷ്ണു, പതിവില്ലാതെ ഇന്ന് അമ്മയും മോനും കൂടി ക്ഷേത്രത്തിലേക്ക് പോയതാണ്. ഒരു കാര്യം ചെയ്യ് വിഷ്ണു, അവനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. അറിയാലോ താമസിക്കുമോ ഇല്ലയോ എന്ന്. മാഷ് പറഞ്ഞതും അവൻ ഏതിനെ വിളിക്കാൻ വേണ്ടി ഫോൺ കയ്യിലേക്കെടുത്തു. വേണ്ട വിഷ്ണു, വിളിക്കണ്ട, അവരെത്തിയെന്ന് തോന്നുന്നു. അകത്തേക്ക് കയറി വരുന്ന കാറിന്റെ വെട്ടത്തിൽ മാഷ് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളിത് എവിടെയായിരുന്നു? ഇവര് വന്നിട്ട് എത്ര നേരം കൊണ്ട് കാത്തു നിൽക്കുകയാണെന്നോ? പുറത്തേക്കിറങ്ങിയ ടീച്ചറിനോട് ചോദിച്ചുകൊണ്ട് മാഷ് വാതിലിൽ നിൽക്കുന്നവരെ നോക്കി. ഇതിനിടയിൽ വിഷ്ണുവിന്റെ കാറ് കണ്ട സന്തോഷത്തിൽ ഏതന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിരിഞ്ഞത് ടീച്ചർ ശ്രദ്ധിക്കാതിരുന്നില്ല. നീ കാണാൻ പോയ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നും. ഇനിയെങ്കിലും ഈ മുഖം ഇതുപോലെ തന്നെ ഇരിക്കുമല്ലോ അല്ലേ? ഇത്തിരി കടുപ്പത്തിൽ ടീച്ചർ ചോദിക്കുമ്പോൾ സ്വതവേ സന്തോഷം വരുമ്പോൾ ഇരു കണ്ണുകളും ചിമ്മിക്കാണിക്കുന്ന ചിരി ചിരിച്ചുകൊണ്ടവൻ വിഷ്ണുവിന്റെ അരികിലേക്ക് വേഗത്തിൽ പോയി. എന്ത് ടീച്ചറെ, എന്താ പ്രശ്നം? പ്രശ്നം ഞാനെന്ന് മാഷിനോട് പറഞ്ഞു തന്നെയാണ്. കയ്യിലിരുന്ന പ്രസാദത്തിൽ നിന്നും ചന്ദനം മാഷിന്റെ നെറുകിലേക്ക് തൊട്ടുകൊണ്ട് ടീച്ചർ തല കുലുക്കി. എന്തു പറഞ്ഞത്? ഓർമ്മയില്ലാത്ത ഭാവത്തിൽ മാഷ് നോക്കിയതും ഇതും മാഷ് മറന്നുപോയോ എന്നുള്ള അർത്ഥത്തിൽ ടീച്ചറിന്റെ കണ്ണുകൾ മാഷിന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി.
ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ കാര്യം പറയ ടീച്ചറെ. അന്ന് ഞാൻ മോന്റെ കാര്യം പറഞ്ഞത് മാഷ് മറന്നോ ഇതിന്റെ ഇടയ്ക്ക്? ഏതനെയും അവന്റെ പുഞ്ചിരിയെ നോക്കിക്കൊണ്ട് ടീച്ചർ ചോദിച്ചതും ആമ്പൽ. അക്കാര്യമാണോ ടീച്ചറെ? ഉം ഒന്ന് പോയേ ടീച്ചറെ. അവർക്ക് രണ്ടുപേർക്കും അങ്ങനൊന്നും ഇല്ല. വിലങ്ങനെ തല ചലിപ്പിച്ചുകൊണ്ട് മാഷ് അതല്ലെന്നുള്ള രീതിയിൽ ടീച്ചറിനെ നോക്കി. അല്ലെങ്കിലും കൊള്ളാം, ആണെങ്കിലും കൊള്ളാം. എന്തായാലും മാഷ് മോനെ ഒന്ന് ശ്രദ്ധിച്ചോ. പറഞ്ഞുകൊണ്ട് ടീച്ചർ മുന്നേ നടന്നു. എടോ, തനിക്ക് തോന്നിയത് തന്റെ തോന്നലാണെന്നേ, അല്ലാതൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ മാഷേ, ഞാനൊരു തർക്കത്തിനില്ല. എപ്പോഴാണെങ്കിലും മാഷിനങ്ങനെ തോന്നുവാണെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി, പോരെ? ഒരു തർക്കത്തിനും നിൽക്കാതെ ടീച്ചർ അകത്തേക്ക് കയറി. അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് കാര്യമായി എന്തോ കാര്യം പറഞ്ഞു നിൽക്കുന്ന ഏതനെയും വിഷ്ണുവിനെയാണ്. ആമ്പലു, മോൾ എവിടെ വിഷ്ണു? എന്റെ ഡയറി എടുക്കാൻ വേണ്ടി ഞാൻ മുറിയിലോട്ട് വിട്ടമ്മേ. ഏതൻ മറുപടി പറഞ്ഞതും ടീച്ചർ അവളെ കാണാൻ വേണ്ടി അവിടേക്ക് പോയി. എങ്ങനുണ്ട് മോളെ ഇപ്പോൾ? ടേബിളിന്റെ അടുത്ത് നിന്ന് അവന്റെ റഫ് നോട്ട്സ് വായിച്ചുകൊണ്ട് നിൽക്കുന്ന ആമ്പലിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ടീച്ചർ ചോദിച്ചത്. ഇപ്പൊ കുറവുണ്ട് ടീച്ചറെ. പക്ഷെ ഇനി ഇങ്ങനെ പനി വന്ന് ഹോസ്പിറ്റലിൽ കിടക്കാൻ പാകത്തിൽ ഓരോന്ന് ചെയ്തു കൂട്ടരുത് കേട്ടോ. ചടയെന്ന് പറഞ്ഞ് ഫൈനൽ എക്സാം ഇങ്ങി വരും. അപ്പൊ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവും. അവളുടെ മുടിയിൽ തലോടി ടീച്ചർ പറഞ്ഞതും പെണ്ണൊന്ന് ചിരിച്ചു. എന്റെ അമ്മേ, അമ്മ ഇതാരെ ഉപദേശിക്കുന്നത്? ഇപ്പൊ അമ്മ ഇവളോടൊന്ന് ദേഷ്യപ്പെട്ടു നോക്ക്. ഈ വഴിക്ക് തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവൻ അവളെ നോക്കി ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞതും അത് ഇഷ്ടപ്പെടാത്ത പോലെ ആ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ അവളൊന്ന് നോക്കി. ഉണ്ടക്കണ്ണ് മുളപ്പിച്ച് നോക്കുക. കളിയാക്കലോടെയാണ് അവനത് പറഞ്ഞെങ്കിലും അവന്റെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന ചിരിയിലേക്ക് മാത്രം നോക്കി ടീച്ചർ ആ നിമിഷം നിന്നു. അതേസമയം അവന്റെ പുഞ്ചിരി മുഴുവനായും അവനോട് പിണങ്ങി നിൽക്കുന്ന പെണ്ണിലും കൂടിയായിരുന്നു. അപ്പോ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെ, കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അടുത്ത ഭാഗം കിട്ടുകയുള്ളൂ. നന്ദി.